ഏവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയത്തിന്റെ ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 4-ാം ദശകമാണ് ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. വ്യത്യസ്ത പുസ്തകങ്ങളിൽ വ്യത്യസ്ത രീതിക്കാണ് ഈ ദശകത്തിന്റെ പേര് കിടക്കുന്നത്. അഷ്ടാംഗ യോഗവും തത്സ്ഥിതി പ്രകാരവും എന്നൊരു പുസ്തകത്തിലും വേറെ പുസ്തകത്തിൽ യോഗവും യോഗസിദ്ധിയും എന്ന് കിടപ്പുണ്ട്. ഇവിടെ അഷ്ടാംഗ യോഗ വർണ്ണനവും സിദ്ധിയോഗ വർണ്ണനവും ഒക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു 4-ാം ദശകത്തിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ 4-ാം ദശകത്തിലെ ആദ്യത്തെ 5 ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നതിനും അതിന്റെ അർത്ഥം അവതരിപ്പിക്കുന്നതിനും ഏറെ ബഹുമാനപ്പെട്ട ഡോക്ടർ അയ്യർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃത കലശഹസ്തായ സർവമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. മഹാവിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി തരണമേ. അസുഖം എന്ന് പറഞ്ഞാൽ പല വിധത്തില്, രോഗമായിരിക്കാം, സാമ്പത്തികമായിരിക്കാം, പല പ്രശ്നങ്ങൾ, അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി കിട്ടാനായിട്ട് പറയുന്ന ഒരു പ്രാർത്ഥനയാണ്. അസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിതപത്മയോനി അനന്തഭൂമാം അമരോഗരാശിം നിരുന്ധി വാതാലയവാസ വിഷ്ണോ. ബ്രഹ്മാവിനെ പോലും അങ്ങയുടെ കൺഫ്യൂഷനിൽ നിന്ന് മാറ്റിക്കൊടുത്ത ഭഗവാനെ, എന്നെ നീ കാത്തേരിളയണമേ എന്നാണ് മലപ്പുറത്തൂർ നമ്പൂരിപ്പാട് മഹാവിഷ്ണുവിനോട്, അതായത് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഇന്നലെ വായിച്ച 3-ാമത്തെ ദശകം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാം. പഠന്തോ നാമാനി പ്രമദപര സിന്ധോ നിപതിതാഃ സ്മരന്ത രൂപം തേ വരദ കഥയന്തഃ ഗുണകഥാഃ ചരന്തഃ ഏ ഭക്താഃ ത്വയി ഖലു രമന്തെ പരമമോന് അഹം ധന്യാൻ മന്യേ സമതിഗത സർവ അഭിലഷിതാൻ. നാരായണാം ഗതക്ലിഷ്ടം കഷ്ടം തപചരണ സേവാരസപരേപി അനാസക്തം ചിത്തം ഭവതി ബല വിഷ്ണോഃ കുര്യോ ഗുരുദയാം ഭവത്പാദാംബോജസ്മരണ രസികഃ നാമനിവഹാന് അഹം ഗായം ഗായം കുഹജന വിവത്സ്യാമി വിജനേ. നാരായണായ കൃപാതി ജാതചേത് കിമിവ നഹി ലഭ്യതനുഭൃതാം കൃപാതി ജാതചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശോക പ്രശമന ദശ നാമ കീയതി. പ്രകേകേ ലോകേ അസ്മിന്നനിശം ഐശോകാഭിരഹിതാഃ ഭവദ്ഭക്താഃ മുക്താഃ സുഖഗതം അസക്താഃ വിദതതേ. നാരായണായ മുനിപ്രൗഢാഃ രൂഢാഃ ജഗതി ഖലു ഗൂഢാത്മകതയഃ ഭവത്പാദാംബോജസ്മരണ വിരജഃ നാരദമുഖാഃ ചരന്തീശ സ്വൈരം ശരദ പരിനിർഭദ പരിചിത് സദാനന്ദ അദ്വൈത പ്രസര പരിമഗ്നാഃ കിമപരം. നാരായണായ ഭവദ്ഭക്തി സ്പീത ഭവത് മമസ ഏവ പ്രശമയേത് അശേഷ ക്ലേശ ഓഘം ന ഖലു ഹൃദി സന്ദേഹ കണികാ ന ചേത് വ്യാസസ്യ ഉക്തിഃ തവ ച വചനം നൈകമവചഃ ഭവേത് മിഥ്യാ ഋഥ്യാ പുരുഷവചന പ്രായമഖിലം. നാരായണായ ഭവദ്ഭക്തി താവത് പ്രമുഖ മധുര ത്വദ്ഗുണരസാത് കിമപി ആരൂഢാ ചേത് അഖില പരിതാപ പ്രശമനീം. പുനഃ ചാന്തെ സ്വാന്തെ വിമല പരിബോധ ഉദയമിളത് മഹാനന്ദ ദ്വൈതം ദിശതി കിം അത പ്രാർത്യാപരം. നാരായണ നാരായണ വിദൂയ ക്ലേശാൻ മേ കുരുചരണയുഗ്മം ധൃതരസം ഭവത് ക്ഷേത്ര പ്രാപ്തൗ കരം അപി ച പൂജന വിധൗ ഭവത് മൂർത്തി ആലോകേ നയനം അദതേ പാദ തുളസി പരിഘ്രാണേ ഘ്രാണം ശ്രവണം അപി തേ ചാരുചരിതേ. ഓം നമോ നാരായണായ. പ്രബോധാദിവ്യാധി പ്രസവചലിതേ മമ ഹൃദി തുദീയം തദ്രൂപം പരമസുഖ ചിത്രൂപം ഉദിയാത് ഉദഞ്ചത് രോമാഞ്ചഃ ഗളിത ബഹു ഹർഷാശ്രു നിവഹഃ
യഥാ വിസ്മരസ്യം ദുരുപശമ പീഡാ പരിഭവാൻ. നാരായണ നാരായണ മരുദ്ഗേഹാദീശ ത്വയി ഖലു പരാഞ്ചാപി സുഖിനഃ ഭവത് സ്നേഹി സാഹം സുബഹു പരിതപ്യേ ചകിതം. നാരായണ അകീർത്തി തേ മാ അഭൂത് വരദ ഗതഭാരം പ്രശമയന് ഭവത് ഭക്ത ഉത്തം സംചെഴുതി കുരു മാം കംസദമന. നാരായണ നാരായണ ഹി മുക്തൈ ഭൂയാപി തവ ഹി കരുണ യാവത് ഉദിയാത് അഹം താവത് ദേവ പ്രഹിത വിവിധ ആർത്ത പ്രളപിതഃ. ഹി മുക്തൈ ഭൂയ അഭി തവ ഹി കരുണ യാവത് ഉദിയാത് അഹം താവത് ദേവ പ്രഹിത വിവിധ ആർത്ത പ്രലപിതഃ. പൂരക്ലിപ്തി പാദേ വരദേ തവ നേഷ്യാമി ദിവസാന് യഥാ ശക്തി വ്യക്തം നദി നുതി നിഷേവാ വിരചയന്. ഓം നമോ നാരായണായ. നാരായണ നാരായണ. ഇപ്പൊ നമ്മള് 4ാമത്തെ ദശകത്തിലേക്ക് കിടക്കാം. അഷ്ടാംഗ യോഗ വർണ്ണനം, യോഗസിദ്ധി വർണ്ണനം. നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ അഷ്ടാംഗ യോഗം ചെയ്തെങ്കിലും നിന്നെ ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാം എന്ന് നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞുവല്ലോ കഴിഞ്ഞ ദശകത്തില്. അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മളിത് വായിക്കുന്നത്. 1ാമത്തെ ശ്ലോകം. കല്യതാ മമ പുരുഷത്വതാപതീം കല്യതേ ഭവതുപാസനം യയാ കഷ്ടമഷ്ടവിധ യോഗചര്യയാ പുഷ്ടയാശു തവ ദുഷ്ടിമാപ്നുയാം. കല്യതാ മമ പുരുഷത്വതാപതീം കല്യതേ ഭവത് ഉപാസനം യയാ സ്പഷ്ടം അഷ്ടവിധ യോഗചര്യയാ പുഷ്ടയാ ആശു തവ തുഷ്ടിം ആപ്നുയാം. പറയാണ്, കല്യതാ മമ പുരുഷ താവതീം കല്യതേ ഭവത് ഉപാസനം യയാ സ്പഷ്ടമഷ്ടവിധ യോഗചര്യയാ പുഷ്ടയാ ആശു തവ തുഷ്ടിം ആപ്നുയാം. അതായത് ഭഗവാന്റെ അടുത്ത് നേരിട്ട് സംസാരിക്കുകയാണല്ലോ നമ്മുടെ നാരായണ ഭട്ടതിരിപ്പാട്. പറയുകയാണ്, കല്യതാം കല്യതാ മമ പുരുഷത്വതാവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധ യോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. ഓം നമോ നാരായണായ. അതിനർത്ഥം എന്താന്ന് വെച്ചാല്, എത്രത്തോളം ആരോഗ്യം ഉണ്ടായാലാണ് അങ്ങേ ആരാധിക്കുവാൻ സാധിക്കുമോ അത്രയും ദേഹാരോഗ്യത്തെ എനിക്ക് തരണം. എനിക്ക് കൂടുതലൊന്നും തരണ്ടെന്നാ പറയുന്നത്. ഭട്ടതിരിപ്പാട് എന്താ പറയുക വെച്ചാൽ, എത്രത്തോളം ആരോഗ്യം ഉണ്ടെങ്കിൽ നിന്നെ എനിക്ക് സേവിക്കാൻ കഴിയുമ്പോൾ അത്രത്തോളം ആരോഗ്യം എനിക്ക് തന്നാൽ മതി. എന്നാൽ നിശ്ചയമായി പരിപൂർണമായ 8 വിധ യോഗങ്ങളാലും ക്രമമായ അനുഷ്ഠാനം കൊണ്ട് ഞാൻ വേഗത്തിൽ അങ്ങയുടെ പ്രീതിയെ പ്രാപിച്ചു കൊള്ളാം. എനിക്ക് അഷ്ടാംഗയോഗം ചെയ്യാനുള്ള ആരോഗ്യമെങ്കിലും തരേണമേ ഭഗവാനെ എന്നാ പറയുന്നത്. അതായത് എത്രത്തോളം ആരോഗ്യമുണ്ടായാൽ അങ്ങയെ ആരാധിക്കുവാൻ സാധിക്കുമോ അത്രയും ദേഹാരോഗ്യത്തെ എനിക്ക് ഉണ്ടാക്കി തരേണമേ എന്റെ ഭഗവാനെ. എന്നാൽ നിശ്ചയമായും പരിപൂർണമായ 8 വിധ യോഗങ്ങളാലും ക്രമമായ അനുഷ്ഠാനം കൊണ്ട് ഞാൻ വേഗത്തിൽ അങ്ങയുടെ പ്രീതിയെ പ്രാപിച്ചു കൊള്ളാം. എത്ര ദയനീയമായിട്ടാണ് ഭട്ടതിരിപ്പാട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് നിന്നെ ഭക്തി ചെയ്യാനായിട്ട് ഉള്ള ആരോഗ്യം മാത്രം കിട്ടിയാൽ മതി. എനിക്ക് അങ്ങനത്തെ ആരോഗ്യം കിട്ടിയാൽ അഷ്ടാംഗ യോഗ പ്രകാരം എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്തിട്ട് ഞാൻ നിന്നെ പ്രാർത്ഥിച്ചു കൊള്ളാം എന്നാണ്, നിന്റെ പ്രീതിയെ ഞാൻ നേടിക്കൊള്ളാം എന്നാണ് ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുന്നത്. അടുത്ത ശ്ലോകം. ബ്രഹ്മചര്യ ദൃഢധാതിഭിയമൈഹി അപ്ലവാദി നിയമൈഹി ച ഭാവിതാഃ കൂർമഹേ ദൃഢമഭി സ്വഗ ആസനം പങ്കജാദ്യം അഭിവാഭവത്പരാഃ. ബ്രഹ്മചര്യ ദൃഢധാതിഭിയമൈഹി അപ്ലവാദി നിയമൈഹി ച ഭാവിതാഃ കൂർമഹേ ദൃഢമഭി സുഗ ആസനം പങ്കജാദ്യം അഭിവാഭവത്പരാഃ. ബ്രഹ്മചര്യ ദൃഢതാ ആദിഭിഹി യമൈഹി ആപ്ലവ ആദി നിയമൈഹി ച പാവിതാഃ കൂർമഹേ ദൃഢം അമി സുഖ ആസനം പങ്കജാദ്യം അഭിവാ പവത്പരാഃ. ബ്രഹ്മചര്യത്തിന്റെ ദൃഢത തുടങ്ങിയ യമങ്ങളാലും സ്നാനം തുടങ്ങിയ നിയമങ്ങളെ കൊണ്ടും പരിശുദ്ധവരാക്കപ്പെട്ടവരായിട്ട് നിൻ തിരുവടിയെ തന്നെ
പരമലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ഞങ്ങൾ പത്മം തുടങ്ങിയ ഏതെങ്കിലും ഒരു സുഖകരമായ ആസനത്തെ നല്ലപോലെ ശീലിച്ചു കൊള്ളാം. പത്മാസനം ചെയ്യാം. അതായത് ബ്രഹ്മചര്യത്തിന്റെ ദൃഢയോടുകൂടി യമങ്ങളാലും സ്നാനം തുടങ്ങിയ നിയമങ്ങളെ കൊണ്ടും പരിശുദ്ധവരാക്കപ്പെട്ടിട്ട് നിന്തിരുവടിയെ തന്നെ പരമലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ഞങ്ങൾ പത്മം തുടങ്ങിയ ഏതെങ്കിലും ഒരു സുഖകരമായ ആസനത്തെ നല്ലപോലെ ശീലിച്ചു കൊള്ളാം എന്റെ ഭഗവാനെ ഗുരുവായൂരപ്പ. മൂന്നാമത്തെ ശ്ലോകം. താരമന്ത അനുചിന്യ സന്തതം പ്രാണവായും അഭിയമ്യ നിർമ്മലാഹ ഇന്ദ്രിയാണി വിഷയാ തഥ അപഹൃതു അസ്മഹേ ഭവതുപാസനോന്മുഖാം. താരമന്ത അനുചിന്യ സന്തതം പ്രാണവായും അഭിയമ്യ നിർമ്മലാഹ ഇന്ദ്രിയാണി വിഷയാ തഥ അപഹൃത്യ അസ്മഹേ ഭവത് ഉപാസനോന്മുഖാം. താരം അന്തഃ അനുചിന്യ സന്തതം താരമന്തരനുചിന്യ സന്തതം പ്രാണവായും അഭിയമ്യ നിർമ്മലാഹ. പ്രാണവായു അഭിയമ്യ നിർമ്മലാഹ. താരം അന്തഃ അനുചിന്യ സന്തതം പ്രാണവായും അഭിയമ്യ നിർമ്മലാഹ ഇന്ദ്രിയാണി വിഷയാൻ അത് അപഹൃത്യ അസ്മഹേ ഭവത് ഉപാസനോന്മുഖ. ഇന്ദ്രിയാണി വിഷയാൻ അത് അപഹൃത്യ അസ്മഹേ ഭവത് ഉപാസന ഉന്മുഖ. ഇത് ചേർത്ത് വായിക്കുമ്പോ എങ്ങനെ വരുന്നു? താരമന്തുരനുചിന്യ സന്തതം പ്രാണവായുരഭിയമ്യ നിർമ്മലാഹ ഇന്ദ്രിയാണി വിഷയദാപഹൃത്യ അസ്മഹേ ഭവത് ഉപാസനോന്മുഖ. താരം അന്തഃ അനുചിന്യ സന്തതം പ്രാണവായും അഭിയമ്യ നിർമ്മലാഹ ഇന്ദ്രിയാണി വിഷയാ തദുപാഹൃത്യ അസ്മഹേ ഭവത് ഉപാസനോന്മുഖ. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുരഭിയമ്യ നിർമ്മലാഹ ഇന്ദ്രിയാണി വിഷയാ തദാപഹൃത്യ അസ്മഹേ ഭവത് ഉപാസനോന്മുഖ. നാലാമത്തെ ശ്ലോകം. അസ്ഫുടേ വപുഷതേ പ്രയത്നതഃ. അപ്പൊ ഇതിന്റെ അർത്ഥം പറയണമല്ലോ, അത് മറന്നുപോയി. അടുത്തതിലേക്ക് ചാടിക്കളഞ്ഞു. ഓം എന്ന പ്രണവത്തെ മനസ്സിൽ, മൂന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥമാണ് പറയുന്നത്. ഓം എന്ന പ്രണവത്തെ മനസ്സിൽ ഇടവിടാതെ ധ്യാനിച്ചുകൊണ്ട് ജീവവായുവിനെ, അഷ്ടാംഗയോഗത്തിന്റെ ക്രിയകളാണ് ഇതിൽ പറയുന്നത്. ഭസ്മാനത്തിലിരിക്കുന്നു, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നു, സ്നാനം ചെയ്യുന്നു, ഭസ്മാനസനത്തെ ഇരിക്കുന്നു. ഓം എന്ന പ്രണവത്തെ മനസ്സിൽ ഇടവിടാതെ ധ്യാനിച്ചുകൊണ്ട് ജീവവായുവിനെ അകത്ത് ഒതുക്കി രാഗദ്വേഷാദി വികാരങ്ങളിൽ നിന്നും വിട്ടകന്ന് പരിശുദ്ധരായി പിന്നെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും പിന്തിരിച്ചിട്ട് അങ്ങയുടെ ആരാധനയിൽ ഏകാഗ്രതയോട് കൂടിയവരായി ഞങ്ങൾ വർത്തിച്ചു കൊള്ളാം. അതായത് ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഓം എന്ന പ്രണവത്തെ മനസ്സിൽ ഇടപെടാതെ ധ്യാനിച്ചുകൊണ്ട് ജീവവായുവിനെ അകത്തേക്ക് ഒതുക്കി രാഗദ്വേഷാദി വിഷയങ്ങളിൽ നിന്നും വിട്ടകന്ന് പരിശുദ്ധരായി പിന്നെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ചിട്ട് അങ്ങയുടെ ആരാധനയിൽ ഏകാഗ്രതയോട് കൂടിയവരായി ഞങ്ങൾ വർത്തിച്ചു കൊള്ളാം. അഷ്ടാംഗയോഗത്തിന്റെ കർമ്മങ്ങളാണ് ഇതൊക്കെ. താരമന്ത്യരനുചിന്യ സന്തതം പ്രാണരായരവിയമ്യ നിർമ്മലാഹ ഇന്ദ്രിയാണി വിഷയദാപഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖാം. ഓം എന്ന പ്രണവത്തെ മനസ്സിൽ ഇടപെടാതെ ധ്യാനിച്ചുകൊണ്ട് ജീവവായുവിനെ അകത്തേക്ക് ഒതുക്കി രാഗദ്വേഷാദി വികാരങ്ങളിൽ നിന്നും വിട്ടകന്ന് പരിശുദ്ധമായി പിന്നെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ചിട്ട് അങ്ങയുടെ ആരാധനയിൽ ഏകാഗ്രതയോടുകൂടിയവരായി ഞങ്ങൾ ഇരുന്നു കൊള്ളാമേ. എന്റെ ഭഗവാനെ, എന്നെ കാത്തരുളേണമേ. എന്ത് ധന്യമായിട്ടാണ് ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് പറയുന്നത്. നാലാമത്തെ ശ്ലോകം. അസ്ഫുടേവ പുഷതേ പ്രയത്നതഃ ധാരയേമ തീഷണ മുഹു മുഹു തേന ഭക്തിരസമന്താർദ്രതാം ഉദ്വഹേമ ഭവതാംഗ്രി ചിന്തകാഃ. അസ്ഫുടേവ പുഷതേ പ്രയത്നതോ ധാരയേമ തീഷണ മുഹുർമുഹു തേന ഭക്തിരസമന്തരാർദ്രതാ മുദ്വഹേമ ഭവതാംഗ്രി ചിന്തകാഃ. അസ്ഫുടേ വപുഷിതേ പ്രയത്നതഃ അസ്ഫുടേ വപുഷിതേ പ്രയത്നതഃ ധാരയേമ ദിഷണാം മുഹു മുഹു തേന ഭക്തിരസം അന്തഃ ആർദ്രതാം ഉദ്വഹേമ ഭവത് അംഗ്രി ചിന്തക. ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ ചുക്കുമൂലകുവി പിലി എന്ന് പറയുന്ന പോലെ വായിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ
അർത്ഥം പിരിച്ച് പിരിച്ച് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് വായിക്കുന്നത് മനസ്സിലാക്കി നമുക്ക് ആ രീതിയിൽ നമുക്ക് ശ്ലോകം വായിക്കാൻ സാധിക്കും. അതാണ് ഞാൻ പിരിച്ച് ഒന്നുകൂടെ പല പ്രാവശ്യമായിട്ട് പറയുന്നത്. ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെ വായിക്കും? അസ്ഫുടേവോപുഷിതേ പ്രയത്നതോ ധാരയേവ ദിഷണ മുഹുർമുഹു തേന ഭക്തിരസമന്തരാർദ്രത മുദ്വഹേമപദംഗ്രി ചിന്തകാഹ. അതെങ്ങനെയാ പിരിച്ചു വരുന്നത്? അസ്ഫുടേ വപുഷി തേ പ്രയത്നതഃ ധാരയേമ ദിഷണാം മുഹുഹു മുഹുഹു തേന ഭക്തിരസം അന്തഃ ആർദ്രതാം ഉപഹേമഭവത് അഗ്രി ചിന്തകാഹ. എത്ര വേയായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? തെളിഞ്ഞു കാണാത്തതായ അങ്ങയുടെ ദിവ്യ വിഗ്രഹത്തിൽ വളരെ പണിപ്പെട്ട് ബുദ്ധിയെ വീണ്ടും ഞങ്ങൾ ഉറപ്പിച്ചു കൊള്ളാം. എന്നർത്ഥം, തെളിഞ്ഞു കാണാത്തതായ അങ്ങയുടെ ദിവവിഗ്രഹത്തിൽ വളരെ പണിപ്പെട്ട് ബുദ്ധിയെ വീണ്ടും വീണ്ടും ഉറപ്പിച്ച് നിർത്തിക്കൊള്ളാം. നമ്മളൊക്കെ ഗുരുവായൂരിലോ അമ്പലങ്ങളിലൊക്കെ ദർശനം ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ വിഗ്രഹങ്ങൾ തെളിഞ്ഞു കണ്ടു വരികയില്ല. അതാണ് ഭട്ടതിരിപ്പാട് പറയുന്നതെന്നാണ് തോന്നുന്നത്. തെളിഞ്ഞു കാണാത്തതായ അങ്ങയുടെ ദിവവിഗ്രഹത്തിൽ ഞാൻ വളരെ പണിപ്പെട്ട് ബുദ്ധിയെ വീണ്ടും വീണ്ടും ഉറപ്പിച്ച് നിർത്തിക്കൊള്ളാം. അങ്ങയുടെ തൃപ്പാദങ്ങളെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവരായി അതിനാൽ ഭക്തിരസത്തെയും മനസ്സിലുള്ള കുളിർമയെയും അനുഭവിക്കുമാറേണമേ. അങ്ങയുടെ തൃപ്പാദങ്ങളെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവരായി അതിനാൽ ഭക്തിരസത്തെയും മനസ്സിനുള്ള കുളിർമയെയും അനുഭവിക്കുമാറാകണമേ എന്റെ ഭഗവാനെ ഗുരുവായൂരപ്പ. തെളിഞ്ഞു കാണാത്തതായ അങ്ങയുടെ ദിവ്യ വിഗ്രഹത്തിൽ വളരെ പണിപ്പെട്ട് ബുദ്ധിയെ വീണ്ടും വീണ്ടും ഞാൻ ഉറപ്പിച്ച് നിർത്തിക്കൊള്ളാം. അങ്ങയുടെ തൃപ്പാദങ്ങളെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നവരായി അതിനാൽ ഭക്തിരസത്തെയും മനസ്സിനുള്ള കുളിർമയെയും അനുഭവിക്കുമാറാകണമേ എന്റെ ഭഗവാനെ ഗുരുവായൂരപ്പ. അഞ്ചാമത്തെ ശ്ലോകം. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വത്വബഹുസുചിര വിലാശീലനാവശാത് ആശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗ നിരതാഹ ത്വദാശ്രയാഃ. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വത്വബഹുസുചിരശീലനാവശാത് ത്വത്വബഹുശുചിരശീലനാവശാത് ആശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗ നിരതാസ്ത്വദാശ്രയാം. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വത്വബഹുസുചിരശീലനാവശത് ആശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗ നിരതാസ്ത്വദാശ്രയാഃ. വിസ്ഫുട അവയവ ഭേദ സുന്ദരം ത്വത്ബഹു സുചിര ശീലനാവശാത്. അത് ചേർത്ത് വായിക്കുമ്പോൾ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? കുറച്ച് കഷ്ടമായിട്ട് തോന്നുന്നു. പക്ഷെ ത്വത്ബഹു ചിര ശീലനാവശാത് എങ്ങനെ പിരിച്ചു വായിക്കുമ്പോഴോ ത്വത്ബഹു സുചിര ശീലനാവശാത് എന്നായി. ആശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗ നിരതാഹ ത്വദാശ്രയാഃ. വിസ്ഫുടാവയവഭേദ സുന്ദരം ത്വത്വബഹുസുചിരശീലനാവശാത് ആശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗ നിരതാഹ ത്വദാശ്രയാഃ. ഇതിന്റെ അർത്ഥം എന്താണ്? അങ്ങയെ തന്നെ അവലംബിച്ചവരായി ധ്യാനയോഗത്തിൽ തന്നെ ഉത്സുകരായിട്ട് നല്ല പോലെ തെളിഞ്ഞു പ്രകാശിക്കുന്ന അവയവ ഭേദങ്ങളാൽ രമണീയമായ അങ്ങയുടെ മംഗള വിഗ്രഹത്തെ അനേകകാലത്തെ അഭ്യാസബലം കൊണ്ട് അനായാസമായി മനസ്സിൽ സ്മരിക്കുമാറാകണമേ. അങ്ങയെ തന്നെ അവലംബിച്ചവരായി ധ്യാനയോഗത്തിൽ തന്നെ ഉത്സുകരായിട്ട് നല്ല പോലെ തെളിഞ്ഞു പ്രകാശിക്കുന്ന അവയവ ഭേദങ്ങളാൽ രമണീയമായ അങ്ങയുടെ മംഗള വിഗ്രഹത്തെ അനേക കാലത്തെ അഭ്യാസ ബലം കൊണ്ട് അനായാസമായി മനസ്സിൽ സ്മരിക്കുമാറാകണമേ എന്റെ ഭഗവാനെ. വിസ്ഫുടാവയവഭേദ സുന്ദരം ത്വത്വബഹുസുചിരശീലനാവശാത് ആശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗ നിരതാത്വദാശ്രയാ. അങ്ങയെ തന്നെ അവലംബിച്ചവരായി ധ്യാനയോഗത്തിൽ തന്നെ ഉത്സുകരായിട്ട് നല്ല പോലെ തെളിഞ്ഞു പ്രകാശിക്കുന്ന അവയവ ഭേദങ്ങളാൽ രമണീയമായ അങ്ങയുടെ മംഗള വിഗ്രഹത്തെ അനേക കാലത്തെ അഭ്യാസബലം കൊണ്ട് അനായാസമായി മനസ്സിൽ സ്മരിക്കുമാറാകണമേ എന്റെ ഭഗവാനെ ഗുരുവായൂരപ്പ. ഭട്ടതിരിപ്പാട് കേട് ഭഗവാനെ അപേക്ഷിക്കുകയാണ്. അതുപോലെ നമ്മളും ഗുരുവായൂരപ്പനോട് നമ്മുടെ ആദി വ്യാധികളെ പറ്റി മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനോട് അപേക്ഷിക്കാം.
അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുൽത്തി പാതാലയവാസ വിഷ്ണോ. നാലാം ദശകത്തിലെ നാലാം ദശകമായ യോഗവും യോഗസിദ്ധിയിലെയും ആദ്യത്തെ 5 ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്തതും അതിന്റെ അർത്ഥം അവതരിപ്പിച്ചതും. ഇതുവരെയുള്ള ദശകങ്ങളിൽ 1 തൊട്ട് 4 വരെയുള്ള ദശകങ്ങളിൽ ആദ്യത്തെ 3 ദശകങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വരുന്ന ക്ലാസ്സുകളിലൊക്കെ തന്നെ ആ സംശയങ്ങളുടെ മറുപടി നൽകുന്നതായിരിക്കും. ഇന്നത്തെ ഈ 4-ാം ദശകത്തിലെ ആദ്യത്തെ 5 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരിക്കുകയാണ്, അർത്ഥവും അവതരിപ്പിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസത്തെ ക്ലാസ്സുകളിൽ 4-ാം ദശകത്തിന്റെ ബാക്കിയുള്ള ശ്ലോകങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ അധ്യായത്തിൽ ഈ 4-ാം ദശകത്തിലെ ആദ്യത്തെ 5 ശ്ലോകങ്ങൾ അവതരിപ്പിച്ച ഏറെ ബഹുമാനപ്പെട്ട അയ്യർ സാറിന് നന്ദി അർപ്പിക്കുകയാണ്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരാവർത്തി നമുക്ക് ചാറ്റ് ബോക്സിൽ നൽകി കഴിഞ്ഞാൽ വരും ദിവസങ്ങളിലെ ക്ലാസ്സുകളിൽ ആ സംശയങ്ങൾക്കുള്ള മറുപടി നൽകുന്നതായിരിക്കും. ഏവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമഃ.